അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ സഫർ 7-ാം മജ്ലിസിലാണ്. 7-ാം ദിവസത്തെ 7-ാം രാവിലെയും ദിവസത്തെയും മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 7-ാം രാവിലും 7-ാം പകലിലും ചൊല്ലേണ്ടതായ ശ്രേഷ്ഠമായ ദിക്റുകളാണ് ഈ മജ്ലിസിലൂടെ നാം ചൊല്ലുന്നത്. എല്ലാവരും രാവിലും പകലിലും ഈ ദിക്റുകൾ ചൊല്ലിയിട്ട് രാവും പകലും ധന്യമാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, നീ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ, ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര് പടച്ചോനെ പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും കമന്റുകൾ ഞാൻ വായിക്കുന്നുണ്ട്, ഓരോന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല. റബ്ബേ, അള്ളാഹുവെ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്ക്. അവരോട് ബന്ധപ്പെട്ടവരുടെ അള്ളാഹുവെ, അവരുടെ ഭർത്താവിൻ്റെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുക. അള്ളാഹ് പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കുക. റബ്ബേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളുണ്ട്, എല്ലാത്തിനും നീ പരിഹാരം കാണിച്ചു കൊടുക്ക്. ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കണേ പടച്ചോനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും അവസാനം വരെ പങ്കെടുക്കുക. അറിയുന്നവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അത് ധാരാളം ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസ് എത്താനത് കാരണമാണ്. എല്ലാവരും സഹകരിക്കുക. റബ്ബ് നമുക്ക് ഖൈർ നൽകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിന്റെ സവാബിന്റെ മിസ്ലെ സഫർ 7-ന് മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ സഫർ 7-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുടെ അർവാഹിലേക്കും എത്തിക്കണേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവിടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഹിഫ്ള് ലഭിക്കാൻ ആയത്തുൽ കുർസിയ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. റബ്ബേ, സ്വീകരിക്കണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ശർറായ ഖലാഇനെ തൊട്ട് ഞങ്ങളെ ഓരോരുത്തരെയും കാക്കണേ റബ്ബേ. ഫിത്തനകളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, മാരകമായ രോഗങ്ങളെ തൊട്ട്, പൈശാചികമായ എല്ലാ ഷർറുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഞങ്ങളെ മക്കളെയും നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ആമന റസൂലു എന്ന് തുടങ്ങുന്ന വലിയ മഹത്വമുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒരാളത് ഓതിയാൽ അവനിക്കത് മതിയെന്ന്. അല്ലാഹുവേ, കബൂലാക്കണേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഓതിക്കോളൂ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസുലിഹി വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا സ്വീകരിക്കണേ അല്ലാഹ്. ശ്രേഷ്ഠമായി 2 ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാ എല്ലാ ഖൈറിന്റെയും വാതിലുകൾ ഞങ്ങൾ തുറന്നു തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഷർറ് ചെയ്യുന്ന, ഉപദ്രവിക്കുന്ന ഭൗതികമായ അഭൗതികമായ ഉപദ്രവമാവട്ടെ, ആ ഉപദ്രവകാരികളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് തവക്കുലിന്റെ മന്ത്രം 33 തവണ ചൊല്ലാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. 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 റബ്ബേ, ഞങ്ങൾക്കിനി മതി അല്ലാ. നിന്റെ യഥാർത്ഥ അടിയാറുകളിൽ ഞങ്ങളെയും ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്നയിലെ 2 ഇസ്മുകൾ ആഫിയത്ത് ലഭിക്കാൻ, ആരോഗ്യം ലഭിക്കാൻ, ശരീരത്തിനും മനസ്സിനും വല്ലാത്ത ഓജസ്സും തേജസ്സും കൂവത്തും ലഭിക്കാൻ, അള്ളാന്റെ പൊരുത്തം അതിലുപരി അത് ലഭിക്കാൻ വേണ്ടി 33 തവണ ചൊല്ലാം. ഈ മനോഹരമായ ഈ ദിവസത്തിൽ, ഈ രാവിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂം. 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 ഹയ്യായ ഖയ്യൂമായ നാഥാ, ഞങ്ങളുടെ അവയവങ്ങൾക്കൊക്കെ പൂർണ്ണമായ ആഫിയത്ത് നൽകണേ. അതിൻ്റെ ഉപകാരവും ഉപയോഗവും മരണം വരെ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്തു തരേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മളെയൊക്കെ അള്ളാഹു മുഅ്മിനായി ജനിപ്പിച്ചു. നമുക്ക് മുഅ്മിനായി മരിക്കണം. റബ്ബിനോട് നമുക്ക് 7 തവണ തേടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ദൽ ജലാലി വൽ ഇക്റാമി അമിത്ന അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാമി അമിത്ന അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാമി അമിത്ന അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാമി അമിത്ന അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാമി അമിത്ന അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാമി അമിത്ന അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാമി അമിത്ന അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാമായ റബ്ബേ, മുഅ്മിനായിട്ടല്ലാതെ മരണം ഖൈറാകുന്ന സമയത്ത് ഞങ്ങളെ നീ മൗത്താക്കല്ല അല്ലാ. പ്രിയപ്പെട്ടവരെ, 10 തവണ ചൊല്ലിയാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ നിന്ന് 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവനിക്ക് അല്ലാഹു നൽകുമെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്ർ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير.
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير സ്വീകരിക്കണ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഒരു തവണ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു ചെടി അവൻ നട്ടു എന്ന് ത്വഹ റസൂലുള്ളാഹ്. ആ മഹത്തായ തസ്ബീഹ് 33 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ. സ്വർഗത്തിൽ ഒരുപാട് ചെടികൾ നട്ട് ഒരു പൂന്തോട്ടം തന്നെ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവർക്കും ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയതിന്റെ സവാബിനെ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കളടക്കമുള്ള എല്ലാവരുടെയും മർവാഹിലേക്ക് എത്തിക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് 33 തവണ അഫ്ളലു ദിക്ർ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 محمد رسول الله. പടച്ചോനെ, അഫ്ളലു ദിക്റിന്റെ മേൽ അടിയുറപ്പിച്ച് ജീവിപ്പിച്ച് മരണം ഹൈറാകുന്ന സമയത്ത് അഫ്ളലു ദിക്ർ ഉറക്കെ ചൊല്ലി സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിൽ സ്വർഗം കണ്ട് നല്ല ദിവസം നിന്റെ റഹ്മത്തിലേക്ക് മടങ്ങുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ, രോഗങ്ങൾ ശിഫയാക്കി തരണേ. ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെ, ഞങ്ങളുടെ ഭർത്താവിൻ്റെ രോഗം, ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ പഠിച്ചോനെ, അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള രോഗികൾക്ക് എല്ലാം നീ ശിഫ നൽകണേ. പലരും ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, 33 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദോഷങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി, മുറാദുകൾ ഹാസിലാക്കി കിട്ടാൻ വേണ്ടി, പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ വേണ്ടി ഇസ്തിഗ്ഫാർ വലിയ ഫലമുള്ള ദിക്റാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം
അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഞങ്ങൾക്ക് എല്ലാം പുറത്തു തരണേ, ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കിടക്കണേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരണേ, ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 നമ്മളൊക്കെ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും ഒരു അത്യാവശ്യമായിട്ടുണ്ടാകും. ഓരോരുത്തർ എത്ര ആയി എന്നുള്ളത് എണ്ണം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും തുടങ്ങുക. നമുക്ക് വേണ്ടി അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി 70,000 നമ്മൾ ചൊല്ലി വെക്കുക. അത് വലിയ നേട്ടമാണ്. ഇഖ്ലാസോടുകൂടി ചൊല്ലുക. റബ്ബേ എനിക്ക് ഇത് കാരണം, ഇതിൻ്റെ ഫലം ഖബറിലും കിട്ടണം, നാളെ പരലോകത്ത് കിട്ടണം എന്ന ചിന്തയോട് ചൊല്ലി റബ്ബ് നമ്മുടെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ അള്ളാഹു റാഹത്താക്കി തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് സലാത്തുൽ ഫാത്തിഹ 3 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിക് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ഖൈർ ഞങ്ങളിലേക്ക് വരുന്നതിനും ഖൈറിലേക്ക് ഞങ്ങൾ പോകുന്നതിനും ഞങ്ങളിലേക്ക് ഖൈറും ഞങ്ങൾ ഖൈറിലേക്കും അടുക്കുന്നതിന് തടസ്സമാകുന്ന എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ നീ മാറ്റി തരണേ റബ്ബേ. ഫത്ഹാക്കി തരണേ പടച്ചോനെ. പ്രിയപ്പെട്ടവരെ, 3 തവണ സ്വലാത്തു തിബ്ബ് ചൊല്ലാം. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയാക്കി തരട്ടെ, വേദനകൾ അള്ളാഹു മാറ്റി തരട്ടെ, അള്ളാഹു ആഫിയത്ത് നമ്മുടെ അവയവങ്ങൾക്കൊക്കെ നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി തിബ്ബിൽ ഖുലൂബി വദവായിഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫായിഹാ വനൂരിൽ അബ്സാരി വദിയായിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി തിബ്ബിൽ ഖുലൂബി വദവായിഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫായിഹാ വനൂരിൽ അബ്സാരി വദിയായിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. കബൂലാക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സലാഹ് മീഡിയ യൂട്യൂബ് ചാനലിൽ 450 തവണ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലിയിട്ട് അതിന് സദസ്സ് വിട്ടിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കാളികളാവണം. 450 തവണ 40 ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നടക്കാത്ത കാര്യമൊന്നും ഉണ്ടാവില്ല. എന്ത് ഉദ്ദേശം വെച്ച് കൊണ്ടാണോ അത് ചെല്ലുന്നത് അത് അള്ളാഹു തആല സഫലീകരിച്ച് തരുമെന്നത് 100% ഉറപ്പാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വുളൂഓടുകൂടി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അത് നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് റബ്ബിനോട് ദ്വാരിക്കുക. അള്ളാഹു തആല വലിയ ഫലം നൽകും, വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണിച്ചു തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വൽ ആലി കുല്ലിഹിം വസല്ലം. 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വൽ ആലി കുല്ലിഹിം വസല്ലം.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വൽ ആലി കുല്ലിഹിം വസല്ലം 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 സ്വല്ലല്ലാഹു അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യാണ്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ ഒരുപാട് മുറാദുണ്ട്, വിഷമങ്ങളുണ്ട്, ഒരുപാട് ഹാജത്തുകളുണ്ട്. റബ്ബിന്റെ മുമ്പിൽ നമുക്ക് എല്ലാം സമർപ്പിക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آله وصحاب سيدنا محمد റബ്ബേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതുമെല്ലാം കബൂലാക്കണേ. ഹബീബായ തങ്ങളടക്കം എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും എല്ലാ ഔലിയാക്കന്മാരുടെയും ബദരീങ്ങളുടെയും ഞങ്ങളുടെ ഉസ്താദുമാരുടെയും അർവാഹിലേക്ക് ഇതിന്റെ സവാബിന്റെ മെസലെത്തിക്കണേ. മഹാനായ ഖുദർ നബി അലൈഹി ഇസ്ലാമിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ മാസത്തിൽ വഫാത്തായ എല്ലാ മഹാന്മാരുടെ അർവാഹിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഉഖറവിയായ ദറജ ഉയർത്തണേ. അവരുടെ മദദും നുസ്റത്തും ഫൈളും ഹിമായത്തും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നൽകണേ അല്ലാഹ്. റബ്ബേ, ഈ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, സൂറത്തുകൾ, ആയത്തുകൾ കാരണമായിട്ട് റബ്ബേ ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ പടച്ചോനെ. റബ്ബേ, ഞങ്ങളുടെ മനസ്സ് ശുദ്ധിയാക്കി ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. പടച്ചോനെ, തഖ്വ നൽകണേ റബ്ബേ. നിസ്കാരം ശരിയായ രൂപത്തിൽ കൃത്യസമയത്ത് ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തണേ റബ്ബേ. മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ. സ്വാലിഹായ ബുദ്ധി അവർക്ക് നൽകണേ അല്ലാഹ്. അവരുടെ പഠനത്തിൽ നീ ബറക്കത്തും പുരോഗതിയും നൽകണേ പടച്ചോനെ. റബ്ബേ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കൾ എത്രയും പെട്ടെന്ന് നൽകണേ അല്ലാഹ്. ഇനിയും മക്കൾ ആഗ്രഹിക്കുന്നവർക്കും സ്വാലിഹീങ്ങളായ ന്യൂനതകളില്ലാത്ത ആരോഗ്യമുള്ള മക്കളെ നൽകണേ പടച്ചോനെ. റബ്ബേ, മഖ്ബൂലും അപൂർവമായ ഹജ്ജും ഉംറയും ചെയ്യാനും റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഏവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്, പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാഹ്. വീടില്ലാത്ത ഒരുപാട് മുഅ്മിനാത്തുകളുണ്ട് റബ്ബേ. ഖൈറായ വീട്, സന്തോഷമുള്ള ഒരു ഭവനം എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ നൽകണേ അല്ലാഹുവേ. ദുആ കൊണ്ട് വസിയത്ത് ഒരുപാട് പേരുണ്ട്, പല വിഷമങ്ങൾ പറഞ്ഞിട്ട്. രോഗത്തിന്റെ വിഷയം അല്ലാഹുവേ, ഭർത്താവിന്റെ രോഗം, മക്കളെ രോഗം, അതുപോലെ കടം, അല്ലാഹ് വീടില്ലാത്ത വിഷയം, കുട്ടികളില്ലാത്തത് പടച്ചോനെ, ഉംറക്ക് പോവാൻ, ഹജ്ജിന് പോവാൻ, ജോലിയില്ലാത്ത വിഷയം പടച്ചോനെ. അവൻ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ഓരോരുത്തരെ കമന്റുകൾ ഞാൻ വായിക്കുന്നില്ല റബ്ബേ. നിനക്കറിയാം ആരെല്ലാമാണെന്ന്. അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ, വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ, റാഹത്ത് അവർക്ക് മനസ്സിൽ നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്കൊക്കെ നിന്റെ പൊരുത്തത്തിലും ത്വാഅത്തിലുമായ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഖൈറിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതം ബറക്കത്തുള്ള നിന്റെ പൊരുത്തമുള്ള ജീവിതമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ അർവാഹിലേക്കും ഞങ്ങൾ ഓതിയതിന്റെ ചൊല്ലിയതിന്റെ സവാബിന് മനസ്സിലെത്തിക്കണേ. അവർക്കെല്ലാം പുറത്തു കൊടുക്കണേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ. ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാഹ്. പിശാചിന്റെ എല്ലാ ശർറിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നീ കാക്കണേ അല്ലാഹ്. اللهم
اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما റബ്ബേ കല്യാണം ശരിയാവാത്ത ചെറുപ്പക്കാരുണ്ട് പടച്ചോനെ പലരും കമന്റിലൂടെയായിട്ടും നേരിട്ട് കാണുമ്പോഴും ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ മെസ്സേജിലൂടെയായി ദുആ കൊണ്ട് ചെയ്തവരുണ്ട് റബ്ബേ അവരുടെ മക്കളുടെ കല്യാണങ്ങൾ അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ഒരു യോജിച്ച നല്ല റാഹത്തുള്ളൊരു ബന്ധം നൽകി നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ ആ മാതാപിതാക്കൾക്ക് ആ കുടുംബത്തിന് അവർക്ക് ആ മക്കൾക്ക് ഒക്കെ നീ റാഹത്ത് നൽകണേ അല്ലാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.